മുനി ഇതിനിങ്ങനെ ഒട്ടിക്കൊണ്ട് നിക്കണം. അതിനാണ് ആ വിളിച്ചത്. എന്നെ എടുക്ക് വാരി വാരി പറഞ്ഞിട്ട്. കണ്ടുപോയി വേറെ ഇനി ആ പേരയ്ക്ക് പേര്. അതിന് കാലിട്ട് കൗത്ത് വെക്കില്ലേ. ദേഷ്യം വരുന്നുണ്ട് ചെക്കനെ കാലില് വേറെ പിടിച്ച് പിടിച്ച്. എന്നെന്താ പറഞ്ഞ്? റെഡ്മി റെഡ്മി എന്ത് സൗണ്ട് കേട്ട്. അവിടെ ഇൻവെർട്ടർ ഇൻവെർട്ടർ ഓൺ ആയതാണ്. അപ്പോഴേക്കാണ് ചാടി നോക്കുന്നത്. എന്താണത് സൗണ്ട് കേൾക്കാൻ പറ്റില്ല. അയ്യോ ഇങ്ങനൊരു സാധനങ്ങൾ അയൽവൊക്കെ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്തു അപ്പുറത്ത് അതുപോലെ ചെടി വെച്ചാ അവിടെ ഇവിടെ സഹിക്കാൻ വയ്യാണ്ട് വാങ്ങി വെച്ചപ്പോ ഇത്രയും കാലം. ഇവിടെ ചിക്കൻ വെച്ചാ അവിടെ ബീഫ്, ഇവിടെ കുമ്പളങ്ങ വെച്ചാ അവിടെ വെണ്ടയ്ക്ക. അയൽവൊക്കെ എല്ലാവിടെ അങ്ങനെ തന്നെ. ഇവിടെ ബ്ലൂ കളർ ഡ്രസ് ഇട്ട് പറഞ്ഞാൽ അവിടെ തന്നെ നേവി ബ്ലൂ ആയിരിക്കും. അതാണ് അയൽവക്കം. അതാണ് ഞങ്ങളുടെ അയൽവക്കം. എല്ലാവിടെ അങ്ങനെ തന്നെ മിന്നോ. പിന്നെന്താ അറിയാ, ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ വീട്ടിലാണ് ഫസ്റ്റ് ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തു. അപ്പൊ അവര് ഫിറ്റ് ചെയ്തു. ചെത്തുമണി ഇവന്റെ ഹോബി എന്താ പറയാ, ആ പാത്രത്തിലേക്ക് ഒരു കല്ലില്ലേ അതിനെ എടുത്തിട്ട് താഴത്തിടുന്നിട്ട് സൗണ്ട് ഉണ്ടാക്കിട്ട് പൊട്ടിച്ചിരിക്കും. അതാണ് പറഞ്ഞ ഞാൻ അത്ര വെയിറ്റ് ആണ്. എവിടേക്ക് പോയിട്ട് വരും, പൈസ എടുത്തിട്ട് വരും. 1000, 500, 1000 ഒക്കെ എടുത്തിട്ട് വരും. അല്ല പിന്നെ 5000 രൂപ എടുത്തിട്ട് വരും. എന്റെ തരാനുള്ളത് വരുന്നുണ്ട്. നിങ്ങൾ 5 ലക്ഷം എടുത്തിട്ട് വരുന്നുണ്ട്. പോ ദേഷ്യം വന്നാ അതിന് കുട്ടിക്കാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പൗളാണ്. 432 രൂപ. നിങ്ങളുടെ അല്ലെ, നിങ്ങളുടെ അങ്ങനെ പൈസ ഉണ്ടാകണ്. ലോട്ടറി എടുക്കല്ലേ ഡസൻ കണക്കിന്. എങ്ങനെ പൈസ ഉണ്ടാവണം നിങ്ങളുടെ കയ്യില്? ഇനി ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഞാൻ തരില്ല, ഉറപ്പാണ്. ഇനി വരുമോ ഞങ്ങൾ കൊത്തുവേ? വൻകൊത്താണ്. ചിലവ ചൂല് കെട്ടുകൊണ്ട് ഒന്ന് കൊടുത്തു വരച്ചപ്പോ തോന്നും പറയാ ആചാരി കൊത്തും. എനിക്ക് എന്നെ കൊടുക്കുവോ? മകനല്ലേ എന്താ വേണ്ടി നിങ്ങളടുത്തേക്ക് വന്ന വരണ്ട. പോട്ടെ, കൊത്തണ്ട. പോട്ടെ. ഇല്ലടി ചീത്ത പറഞ്ഞു പറയാന്ന്. ഇല്ല ഇല്ല ചീത്ത പറഞ്ഞു പറയണ്. ചീത്ത പറഞ്ഞ കരയവൻ. വയലറ്റ് വേണോ? എന്താണ്ടത്? വോളിബോളാ? അല്ല ഫുട്ബോളാ? എന്താ ഇതാണ് എന്റെ ഹോബി. എന്താ സൗണ്ട് ഉണ്ടാക്കുന്നത്? അതാ തള്ളിയിട്ട് എന്താ സൗണ്ട് ഉണ്ടാക്കുന്നത്? എന്റെ അമ്മേ, അതാ എന്റെ അടുത്ത് കേട്ട ഇനി കളിയോ ഫ്രണ്ട്സ് ആലത്ത് വരുന്ന മെസ്സേജ്. ഇവർക്ക് ഭ്രാന്താണ്, മനുഷ്യന് ഭ്രാന്ത് വരികയാണ്. കുറച്ച് പൈസ അക്കൗണ്ട് ഇട്ട് തരാൻ പറയും. ഇപ്പൊ എടുക്കാം. 5000 രൂപയുടെ എടുത്തിട്ട് 5000 സംതിങ്ങിന്റെ എടുത്തിട്ട് പിന്നെ വെറുതെ വിളിച്ചോണ്ടിരിക്കുന്നു.
ഒന്നും പറ്റാത്തത് ഒരുപോലത്തെ പാത്രം ഇല്ലാട്ടോ 2 പേരാണ് വയ്യമ്മ. രണ്ടും ഒരേപോലത്തെയാണ്. ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിരിക്കണം. സ്റ്റോപ്പ് ദിസ്. സോ വി ഹാവ് ടു ഡു ദാറ്റ്. ഓക്കെ, നമ്മളപ്പോ ഇതിന്ന് ഈ ഒരു ഡ്രോയർ കംപ്ലീറ്റും ഇത് അങ്ങനെ ബുക്കും പിന്നെ ഇത് കൊറേ പേപ്പറാണ് ഇവളുടെ. കൊറേ ഹിന്ദു പത്രം എടുത്ത് വെച്ചിരിക്കുകയാണ് ഒരു ലോഡ്. ഇല്ല, ഹിന്ദു പേപ്പേഴ്സും പിന്നെ പഴയ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. നീ ക്ലാസ് കഴിഞ്ഞ നിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് എണീറ്റാ മതി കേട്ടാ. ഇതൊരു പേരിൽ എണീക്കണ്ട. കാലത്ത് എണീക്കില്ല, പഠിക്കില്ല. 5:30 അലാറം വെച്ച് വെക്കുക. 4:30 4 മണിക്കൊക്കെ അലാറം വെച്ച് വെക്കുക. ഞാൻ ഉണരും. എന്റെ ഉറക്കുമ്പോ അവള് സുഖമായി പോത്തുപോലെ കിടന്നുറങ്ങും. ഞാൻ എനിക്കില്ലാന്ന് പറയണ്ട. എനിക്ക് വയ്യ നാക്കുളിക്ക് വയ്യായിക ഇല്ലെങ്കിൽ വയ്യായില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയും. നോർമലി ഞാൻ എന്താ പറയാ ആരുടെ ഒരു പോസ്റ്റിലാതെ ഞാൻ. പക്ഷെ വയ്യായിക വന്നു കഴിഞ്ഞാൽ കൊറോണയൊക്കെ വന്നിട്ടേ അതിനുശേഷം ഭയങ്കര ടയർഡ്. അതിന് മുന്നേ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇവൾക്ക് 20 ദിവസം നമുക്ക് ടയർഡും 10 ദിവസം പഠിക്കുള്ളൂ. അതാണ് രസം. കണ്ട ചാടി കയറിയത് ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിച്ചോ മോളെ. പഠിപ്പ് അത് മാത്രം തന്നെ. എന്തെങ്കിലും അടുക്കളപ്പണി ആരാന്റെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്യേണ്ടി വരും. പെണ്ണുങ്ങള് അടുക്കളപ്പണി ചെയ്യാനുള്ള മുക്ത പറയുന്നുണ്ട്. എനിക്ക് വന്നു എനിക്കൊരു വരവ് 6 വയസ്സുള്ള കുട്ടിനെ അടുക്കളപ്പണി ചെയ്യണം. വല്ലവന്റെ അടുക്കളയിൽ പോയി പണി ചെയ്യണ്ടല്ലേ. ആ കൺസെപ്റ്റ് ആദ്യം മാറ്റണം അമ്മമാര്. മനസ്സിലായിട്ടുണ്ടോ? പെൺകുട്ടികളെ പഠിപ്പിക്കുക. അല്ലാണ്ട് ആരാന്റെ അടുക്കള പണിക്കെല്ലാം ഉണ്ടാക്കി വളർത്തി വിടുന്നത്. ആർട്ടിസ്റ്റ് ആയാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് ഒക്കെ എന്താണ് കല്യാണം കഴിച്ചു വീട്ടിലോട്ട് പോകുന്നവരെ ഉള്ളൂ. ഡ്രീമുകളൊന്നും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ അടിമയാണ്. കല്യാണം കഴിക്കുന്ന ഒരു പണിക്കാരനെയാണ് ആവശ്യം. ആ ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോഴും ഓരോ ആൾക്കാര്. അതുകൊണ്ട് തന്നെയാണ് ഒക്കെ കെട്ടിത്തൂക്കണത്. ഇതില് പറയില്ലേ ഇന്ത്യൻ കിച്ചൺ അവള് ചെയ്ത പോലെ ചെയ്യണം. എനിക്ക് അതാ ശരിക്കും അടിപൊളി. ശരിക്കും അടിപൊളി. ശരിക്കും ഒരു പെണ്ണിന്റെ ലൈഫ് സഹിച്ചിരിക്കുന്ന അവള് സഹിക്കാണ്. സൊസൈറ്റി ഇത് വേണ്ടി പറയില്ലേ അതന്നെ ശരിക്കും നമ്മള് അതന്നെ നമ്മള് മക്കളെ പെൺകുട്ടികളുള്ളവര് പെൺമക്കളെ പഠിപ്പിക്കുക. എന്നാലേ ആ അച്ഛനും അമ്മയ്ക്കും വയസ്സായ സമയത്ത് ഭർത്താക്കന്മാരുടെ അടുത്ത് കയ്യിലും കാലും പിടിച്ച് 1000 500 1000 കേൾക്കാണ്ട് സ്വന്തം പൈസ വരുമാനം ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയെ നോക്കാനും മക്കൾക്ക് പെൺമക്കളെ പഠിപ്പിക്കുക. ഓരോ ആൾക്കാർക്ക് പറ്റിയ അബദ്ധം പോലെ അതിനെ അടുത്തുള്ളവർക്കൊന്നും പറ്റാതിരിക്കട്ടെ. പെൺകുട്ടികളെ പഠിപ്പിക്കുക, പഠിപ്പിച്ച് ജോലിയാക്കുക. അതിന് ശേഷം കല്യാണം കഴിച്ചാൽ മതി. പറ്റിപ്പോയ അബദ്ധങ്ങളൊന്നും തിരുത്താൻ പറ്റില്ലല്ലോ. 18 വയസ്സ് വരെ പഠിപ്പിക്കുള്ളൂ എന്നുള്ളത് മാറ്റാം. അതെ, 30 വയസ്സിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. ഇപ്പൊ അങ്ങനെ തന്നെ കല്യാണം കഴിക്കുന്നത്. ജോലിയായിട്ട് കല്യാണം കഴിച്ചാൽ മതി. ഇത്തിരി ഒതുങ്ങിയിട്ടുണ്ട് പ്രപ്പോസലും കൊണ്ട് വരെ. ഒത്തിരി പഠിക്കുകയാണെന്ന് പറഞ്ഞപ്പോ പിന്നെ സൗകര്യം ഉണ്ടാ, സമാധാനം ഉണ്ടാ. 13 വയസ്സിൽ തൊട്ട് തുടങ്ങിയാണ് പഴിയെടുക്കാൻ. സമാധാനം ഇല്ലാത്ത പഴിയെടുക്കല് കുട്ടികളെ. പെൺകുട്ടികൾ ഒരുവിധം വലുതായി കഴിഞ്ഞാൽ തുടങ്ങും ആൾക്കാർക്ക് കൊടുക്കണ്ടാവും. 15 വയസ്സിൽ അരക്കിലോ കൊടുക്കുന്നു വിൽപ്പന തന്നെ. പറ്റിപ്പോയ അബദ്ധം. നീ വരണ്ട എൻ്റെ അടുത്തേക്ക് അപ്പോ. ഞാൻ ഒരു ചോറും കറിയൊക്കെ വെക്കട്ടെ. പോയിട്ട് ഉച്ചക്കല്ല എനിക്ക് വേണ്ടപ്പാ. ഞാൻ ചപ്പാത്തി ചോറ് വേണ്ട അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം അല്ലേ? ഓക്കെ, അപ്പൊ പണി കഴിഞ്ഞു. ഞാൻ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കട്ടെ പോയിട്ട്. കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി. എനിക്ക് വേണ്ട നൂഡിൽസ്. എനിക്ക് ഉണ്ടാക്കിത്തരമ്മ. നീ അപ്പഴേ പുട്ട് കഴിച്ചില്ലേ? പുട്ടും പഴവും എത്ര കിലോ? എന്റെ മുഖത്ത് നോക്ക്. പുട്ടും പഴവും കഴിച്ചില്ലേ? ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല ഇവിടെ തടി കുറയ്ക്കണത്രേ. തടി കുറയ്ക്കണ വേണ്ടി ഉച്ചയ്ക്ക് കാലത്ത് പുട്ടും പഴവും കഴിച്ചു. അതേ 11 മണി 11:30 ആകുമ്പോഴേക്കും അതുവരെ നൂഡിൽസ് ഉണ്ടാക്കി തരുന്നു. നീ ഒരു കാര്യം ചെയ്യാൻ അടുക്കള ലോക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ശരിയാവും ഭക്ഷണം. ഞാനാദ്യം പറയട്ടെ, ഞാൻ ഉദ്ദേശിച്ചത് 12 മണിക്ക് നമുക്ക് നൂഡിൽസ് കഴിക്കാം. 12-12:30. അതിനിപ്പൊ തന്നെ ഉണ്ടാക്കണം എന്തിനാ? ഇപ്പൊ തന്നെ ഉണ്ടാക്കാൻ എന്തിനാ പറഞ്ഞെന്ന് ഓ പെണ്ണാ എന്റെ റോക്കി വിളിച്ചോണ്ടേ ഇരിക്കണോ? നമ്മുടെ ചുറ്റുപണിയാണോ? നമ്മുടെ ചുറ്റുപണിയാണോ? നമ്മുടെ ചുറ്റുപണിയാണോ? അപ്പോ അതിന്റെ ചെയ്യാൻ ടൈമായി. ഒരു കാര്യം ചെയ്യാം. പിന്നെ
ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കട്ടെ. എനിക്ക് ഒരു ചെടി വെക്കാനുള്ള ചട്ടിയില്ല. വാങ്ങിക്കണമെങ്കിൽ 78 രൂപ. 78, അതൊരു രസം കേൾക്കണം കേട്ടോ. ഞങ്ങളുടെ സിറ്റിയിൽ ഒരു ചട്ടി പൂച്ചട്ടി വന്നിട്ട് 78 രൂപ. ആ സാധനം ഞങ്ങൾ മണ്ണൂത്തി പോയിട്ട് 12 എണ്ണം എടുത്തിട്ട് വന്നു. 28 രൂപ അവിടെ ഒരെണ്ണം. 27, 28. അപ്പൊ എന്താ അവര് ഒരു മനുഷ്യന്മാരാണ് ഇവരൊക്കെ. ഒരു മനസ്സാക്ഷി ഇല്ലാത്ത ആൾക്ക്. ഡബിളും അല്ല. അത് കാരണം ഞങ്ങൾ മണ്ണൂത്തി പോയിട്ട് ചട്ടി വാങ്ങിക്കുള്ളൂ വേണ്ടിയിരിക്കാണ്. ഇവിടുന്ന് വാങ്ങിക്കില്ല പറഞ്ഞിട്ട്. അതിന് വേണ്ടി പോണ്ട. നമ്മൾ അന്ന് വെറുതെ പോയതല്ലേ തുരങ്കം കാണാൻ വേണ്ടിട്ട്. തുരങ്കമൊക്കെ ആകെ ഇതായി പറയണം. ഒക്കെ വെള്ളം കുത്തലിക്കും ഒക്കെ ഇടിഞ്ഞു പോയിട്ട് വീഴും തോന്നുന്നുണ്ട് തുരങ്കം. ഇനി അടുത്തൊരു ദുരന്തം കൂടി കാണേണ്ട വരുമോ? നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ പോണ്ടാട്ടെ. ഇനി അവിടെയൊക്കെ വെള്ളം ഒലിക്കുന്നു പറയുന്നുണ്ടോ. പ്രൊട്ടക്ഷൻ പോരാന്ന് പറഞ്ഞിട്ട് ഇന്നലെ പത്രത്തിലുണ്ടായിരുന്നു. വലിയ കല്ലെടുക്കണേ. ഗ്ലാസ് പൊട്ടിട്ട പിന്നോ 4 പ്രാവശ്യം ഇട്ട പൊട്ടും. അത്രയല്ലേ സാധനമുള്ളൂ. പിന്നെ വെയിറ്റ് ഒക്കെ ഉണ്ട്. എന്നാലും വെയിറ്റ് കൂടുതലുകൊണ്ട് പെട്ടെന്ന് പൊട്ടും. പിന്നോ ഇത് ഡേഞ്ചറാണോ അവന്റെ? ഇതേ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് ഞാൻ. ചുന്ദരിമണി പച്ചമുളക് തിന്നു. വേണ്ടാത്തതിലൊക്കെ പോയി വായിട്ടോ. എന്നിട്ട് എരിയട്ടെ. ഞാൻ തന്നെ നോക്കണം. പിന്നെ ഇവിടെ വിടടി. അങ്ങനെ ഇതുകൾക്കൊന്നും എരിയില്ല മിന്നു. നിന്റെ മകൻ നീയും അതന്നെ ഇപ്പൊ അവിടെ മിന്നോട് ഒരു ചോദ്യം തൊള്ളിയിട്ടോന്ന് ഞാനും ഞെട്ടിപ്പോയി. കാരണം കുറെ നേരം വിളിച്ചില്ലേ, വിളി കേൾക്കാണ്ടായപ്പോ മിന്നോടെ ചോദിച്ചാണ് അത് എങ്ങനെ അർത്ഥ ദേഷ്യം കൊണ്ട് ചീത്ത അറിയില്ലേ. എന്നപോലെ തൊള്ളിയിരുന്നു. എന്താ അത്? കടുകുമണിക്കൊരു കണ്ണുണ്ട്, കണ്ണകത്തൊരു മനമുണ്ട്, കടലുണ്ടീന്നൊരു ചങ്ങാതി, കണ്ണുമണത്തൊരു കണ്ടപ്പോ കുടലൊരു മണ്ണ് കൊടുത്തിട്ട് കിറങ്ങി തോറങ്ങിച്ചിട്ട് കലഹം പറയണ കവിതയിൽ നിന്നൊരു കണ്ണട വാങ്ങി വരുന്നുണ്ട്. കടുകുമണിക്കൊരു കണ്ണുണ്ട്. കുഞ്ഞ ഇനി എടുക്കാനാണ് വേറൊന്നുമില്ല. എടുക്കുന്നു അതങ്ങനെ മുട്ടുണ്ടായിടും. അതെല്ലാം എടുത്ത് ആഴ്ചയിട്ട് ഞാനാണ് മേലെ എടുത്ത് വെച്ചത്. പിന്നെ ഞാൻ നന്മറ വീട്ട് പറ്റുന്നാ ഇരിക്കിപ്പോ വരാട്ടാ. ഞാൻ നീ വരുന്നു പറഞ്ഞപ്പോ വരുമെന്ന് വായു വിളിച്ചു. അതിലേക്ക് ചാടി കയറിയതെന്ന് നീ വരുന്ന അടുത്ത് പൊളിയിട്ടു. നന്നായില്ലേ? അത് ആവശ്യമാണ് നിനക്ക്. ഒരു ബോട്ടിൽ കൂട്ടിയപ്പോ അതിനടുത്ത് വെച്ചാണ് വെറുതെ. വാട്ടർ ബോട്ടിൽ ഞാൻ ഉണ്ടാക്കി തന്നല്ലേ എനിക്ക് പാനിയുടെ കട്ട് ചെയ്തിട്ട്. ഞാൻ പോട്ടെ, ഒരു പണിയില്ല. ഞാൻ ആയുർവേദ ഡോക്ടറെ അടുത്തൊന്നും പോയിട്ട് വരാട്ടാ. തിങ്കളാഴ്ച വിചാരിക്കുന്നു പിന്നെ പോവാന്ന്. ചൊവ്വാഴ്ച വിചാരിക്കും നാളെ പോവാന്ന്. ഇന്നിപ്പോ ചൊവ്വാഴ്ച അല്ലേ? അവൻ വിചാരിക്കും ബുധനാഴ്ച. അതെ ഇതനല്ലേ? ഇന്നലെ ചൊവ്വ നോക്കൂ പറഞ്ഞ റോക്കി അവിടെ നിൽക്കുന്നുണ്ട്. പോയി എടുത്തിട്ട് പറ്റടാ. ഞാൻ ഫോണില്ല. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോ എന്തോ പോലെ. നാളെ പോവാ. പഠിക്കും. എന്താടാ എന്താണ്ടാ എന്താടാ എന്താണ് ചൊത്തുമണി? നമ്മുടെ മുത്തുമണി എവിടെ? ഇത് കണ്ടോ നമ്മുടെ ഓമക്കായ് പഴുത്തു. പപ്പായ ഞങ്ങൾ ഓമക്കായ് എന്നും പറയും, പപ്പായ എന്നും പറയും. അതിൻ്റെ അമ്മേ പൊട്ടുണ്ടത്. അതാവും. ഇത് കണ്ടോ ഇവിടെ ഒരു വാഴക്കൊലയുണ്ട്. വാഴമണി കറി വയ്ക്കാൻ വലിച്ചാലോ നോക്കണം. മത്തൻ പഴുത്തോ? പഴുക്കണില്ലേ? നന്നായി പഴുത്തിട്ട് വലിച്ചപ്പോലെ. ഏതാണ്ട് ഒരു ഭാഗം പഴുത്തിട്ടുണ്ട്. മൂത്ത് വരുന്നേ ഉള്ളൂ അല്ലേ? കുറച്ചും കൂടി ആയിട്ട് പറിക്കാം. നമ്മുടെ പപ്പ ഇവിടെയും പപ്പായ പഴുക്കാറായിട്ടുണ്ട്. കണ്ടോ? ഇതൊരു പൊട്ടമരം പോലെ ഉണ്ട് അല്ലേ? എന്നാലും കുഴപ്പമില്ല. ഇത് മഞ്ഞൾ പൂവ് കണ്ടോ?
ഇതാണ് നമ്മുടെ അമേരിക്കൻ ചീര. കണ്ടോ, അതിൽ പൂവ് കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതാണ് അമേരിക്കൻ ചീര. ഇത് അവിടെയുണ്ട് കുറച്ച്, കണ്ടില്ല എന്ന് പറയുന്ന ആൾക്കാർക്കായിട്ട്. ക്ലിയർ ചെയ്യാനില്ല. ക്ലിയറായി. മിന്നു നല്ല ഭംഗിക്ക് വേണ്ടി എടുക്കൊണ്ട് വെച്ചാണ് മിന്നു അല്ലേ. അത് ഓരോ ലീഫും അതിന്റെ കട്ട് ചെയ്തെടുക്കുക. എടുത്തിട്ട് വെക്കോ. ഞാൻ പറഞ്ഞില്ല എടുക്കൊണ്ട് വെക്കണ്ട. ഇവന്മാരുള്ളിടത്തോളം ഇങ്ങനെയൊന്നും ചട്ടികൾ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ആ കല്ലെടുത്തൂല അവൻ. വേണ്ടോ, നല്ല ഭംഗി. നീ ഇത്ര കല്ലിട്ട് വെച്ച് പുട്ട് കഴിച്ചിട്ട് കൈ കഴിയും പോയിട്ട് കൊണ്ടുപോയി. അയ്യോ കടിക്കണ്ടടാ. നല്ല ഭംഗിയല്ലേ. കൊറേ ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട്. നീ വെക്ക, നീ തന്നെ കൂട്ടിലാക്ക്. പിന്നെ ഇത് കുഞ്ഞാവ. വേറെ എന്തോ എന്താ എടുക്കണ്ട. ഇതൊക്കെ അവൻ കൊത്തിയതാണ് കയ്യില്, കണ്ട. അപ്പോ എന്തുണ്ട് നീ എടുത്തപ്പോ അപ്പോ ഇതെടുത്ത ഞാൻ തല്ല്. ഇറങ്ങടാ, ഇറങ്ങടാ. ഇനി ചെയ്യോ ചെയ്യ ചെയ്യ ചെയ്യോ ഇനി. മിന്നു നൂഡിൽസ് ഉണ്ടാക്കിയിരിക്കണുണ്ടോ. നൂഡിൽസും മുട്ടയും. ഇത് കുത്തിപ്പൊരി ഉണ്ടാക്കിയിട്ട് ഇത് ബുൾസൈ എന്തൊക്കെയാ കാണിച്ചിരിക്കണേ. അപ്പൊ ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് വെക്കുന്നില്ല വെച്ചു. കണ്ടോ, ഇതാണ് സിമ്പിൾ റെസിപ്പി.